ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ എല്ലാവരും ചെയ്യണം കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇന്നാണ് എനിക്ക് ആ സാധനം കൈ കിട്ടിയത് ഗൈസ്. യെസ്, ബൾബാണ് ബൾബ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ ക്രാഫ്റ്റ് ചെയ്യണമെന്നല്ലേ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ അത് കമത്തി വെച്ചിട്ട് ഇതൊരു മഷ്റൂം ആക്കൂല്ലേ, അതാണ് ഞാൻ ഇന്നോടെ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ഇമേജിനൊക്കെ ഒന്ന് പ്രിൻ്റ് ആവാതിരിക്കാനായിട്ട് ഈ ഒരു ഡാർക്ക് ഫാൻറ്റസിൻ്റെ ഒരു കാർഡ്ബോർഡ് ഇവിടെ വെച്ച് കൊടുക്കണം. ഇതിൽ വെച്ചിട്ട് പെയിൻ്റ് അടിക്കാം. ഞാൻ എന്താണ്ട് എൻ്റെ അടുത്തുള്ള ഈ ഒരു അക്രിലിക് കളറാണ് ഉപയോഗിക്കുന്നത് പെയിൻ്റ് അടിക്കാനായിട്ട്. നമുക്ക് ഇവിടെ നമ്മൾ മഞ്ഞയാണ് അടിച്ചെടുക്കുന്നത് അല്ലേ. യെസ് ഗൈസ്, നമ്മൾ ഈ ഒരു മഷ്റൂമിൻ്റെ തണ്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ പൊട്ടിക്കുന്നു. പക്ഷെ നമ്മൾ ഇത് മുന്നാക്കാം. നമുക്കിവിടെ മാത്രം പെയിൻറ്റ് ചെയ്യാം. ഇതൊന്നും ഇനി വീട്ടിലാക്കി വെക്കാം ഗൈസ്. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എല്ലാം കൊണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ലേശം വൈറ്റ് ഒന്നങ്ങ് ആഡ് ചെയ്യാം. ലേശം വൈറ്റ് ആഡ് ചെയ്തെങ്കിൽ ഒരു പേസ്റ്റൽ കളർ കിട്ടുമല്ലോ. കുറച്ച് വൈറ്റ് ആഡ് ചെയ്യണം. വരുന്നുണ്ടോ? യെസ്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. മിക്സ്. ഗൈസ്, എനിക്കിതാണ്ട് ഈ ഒരു പേസ്റ്റിലായിട്ടുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളവരൊക്കെ ചെയ്യുന്നത്. ആണ്ട് ഈ ഒരു കളർ അടിച്ചിട്ട് തന്നെയാണ് എക്സാക്റ്റ് ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പെയിൻറ്റിങ് തുടങ്ങാവേ. അപ്പോൾ ഞാൻ കണ്ട് ഒരു ബൾബിൻ്റെ പെയിൻ്റ് അടിക്കുകയാണ്. ഒരു വൈറ്റ് സാധനത്തിന് ഇതിന് 2 കോട്ടൊക്കെ അടിക്കേണ്ടി വരുന്നുണ്ട്, അല്ലാതെ നടക്കില്ല. ഇതിന് ഈ ഒരു പ്രിൻ്റൊക്കെ ഉണ്ട്. എന്തോ ഒരു വീഡിയോയിൽ കാണുന്നില്ല, പക്ഷേ അതിൻ്റെ ഡേറ്റൊക്കെ എഴുതിയതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു 2 കോട്ട് അടിക്കുന്നുണ്ടാവും വേണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുള്ള് അടിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം, ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഒരു അടപ്പിനാണ് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. മഷ്റൂം നമ്മൾ അടിക്കാൻ പോകുന്നത് റെഡ് കളറാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടിക്കാൻ പോകുന്നത് റെഡാണ്. ഈ ഒരു അടുപ്പിന് നമുക്ക് റെഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇത് നമുക്കിനി ഫുള്ള് അടിക്കാം. അപ്പോൾ നമ്മളിതിനും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് രണ്ടും ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കാം. നമുക്കിതിന് രണ്ടിനൊന്ന് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇതിനെ നമ്മൾ വെയിലത്ത് വയ്ക്കുകയാണ്. ഇവിടെ നല്ല വെയിലുണ്ട്. രണ്ടിനും വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും ഉണങ്ങിയിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ ഗൈസ്, ഇത് രണ്ടും വെയിലത്ത് വെച്ചുകൊണ്ട് തന്നെ വേഗം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇവിടെ ആയിട്ട് പുല്ലിങ്ങനെ വരയ്ക്കണം. പുല്ല് നമ്മൾ ഗ്രീൻ, ഇത് കുറച്ച് ഡാർക്ക് ഗ്രീനാണെന്ന് തോന്നുന്നു. നമുക്കിതിനെ ഏറ്റവും കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇതാക്കിയെടുക്കാം. ഇതൊക്കെ അപ്പോൾ നമ്മൾ പച്ചി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിന് പുല്ല് വരയ്ക്കാം. അപ്പോൾ ഞാൻ എന്തായാലും പുല്ല് വരച്ചിട്ട് കാണാം. നേരത്തെ ആ ബൾബിൽ ഞാൻ പുല്ല് വരയ്ക്കാൻ നോക്കിയിട്ട് കോളായി. അതുകൊണ്ട് ഞാനത് വേറെ ഇതാക്കി പിന്നെയും മഞ്ഞ അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതുമ്മ വൈറ്റ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. കേട്ടോ, അതുകൊണ്ട് ഇതുമ്മ വൈറ്റ് വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഇടണം. എന്തുകൊണ്ട് ബഡ്സ് വെച്ചിട്ടാണ് ഡോട്ട് ഇടുന്നത്. കുറച്ച് വൈറ്റ് ആക്കട്ടെ. വൈറ്റ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് നമുക്കത് ഫുൾ ഗൈസ് ഇതാണ് ഫുള്ളായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇതുപോലെ
ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേത് ഞാൻ വെയിലത്ത് പുറത്ത് ഉണക്കാൻ വെച്ചതാണ്, നമുക്ക് അത് എടുത്തുകൊണ്ട് വരാം. ഗൈസ് ഇത് രണ്ടും ഇനി ഇതുപോലെ ഒട്ടിക്കണം. ഇത് ഒട്ടിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഗ്ലൂ ഗണ്ണൊന്നുമില്ല, അപ്പോൾ ഞാൻ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് കരുതുന്നു. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഗൈസ് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട്, ചെറിയ ഒരു ആട്ടുണ്ട്. എന്തായാലും ഇതാണ് ചെറിയൊരു ആട്ടുണ്ട്. എന്നാലും ഇതാണ് ഇവിടുത്തെ കുത്തി ചെറുതായിട്ട് പരന്നിട്ടുണ്ട്. ഞാനത് പുല്ല് വരച്ചിട്ടില്ല, പുല്ല് വരയ്ക്കാൻ നോക്കിയപ്പോൾ കൊള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ എല്ലാം അവിടെ കൊടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.